ഞാൻ ഇന്നലെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഇന്നലത്തെ ആ വീഡിയോ കാണാത്ത ആളാണെങ്കിൽ ഒന്ന് ആ വീഡിയോ എടുത്ത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണൂ. എന്തുകൊണ്ടാ വെച്ചാൽ ഞാൻ എന്താ പറയുന്നതെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തത വരണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ ഒരു വീഡിയോ കാണണം. ഇനി ഇന്നലത്തെ വീഡിയോ കണ്ട ആൾക്കാരാണ് ഇത് കാണുന്നതെങ്കിൽ അവർക്ക് കാര്യം പെട്ടെന്ന് മനസ്സിലാവും. ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു വീഡിയോൻ്റെ താഴെ വന്നൊരു കമൻറ്റിനെ കുറിച്ചാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ഒരു ഹരിത വിജയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുലസ്ത്രീ എന്ന് തന്നെ പറയാം. കുലസ്ത്രീ വന്നിട്ട് എൻ്റെ വീഡിയോൻ്റെ താഴെ ഒരു തെറി കമൻ്റ് ഇട്ടു. അപ്പോൾ കുലസ്ത്രീൻ്റെ പ്രൊഫൈൽ കണ്ടപ്പം എനിക്കതൊന്നും എടുത്ത് പ്രതികരിക്കണം എന്ന് തോന്നി. അങ്ങനെ പ്രതികരിച്ചതാട്ടോ. അപ്പോൾ എന്താ പറയുക മക്കളെ, ഞാൻ ആ പ്രതികരിച്ച വീഡിയോൻ്റെ താഴെ വന്നിട്ട് കുലസ്ത്രീ വീണ്ടും കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇന്നലെ കൊടുത്ത വീഡിയോൻ്റെ അകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതേപോലെ തെറി വിളിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഡാഡിക്കും മമ്മിക്കും പിറന്നാൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഹരിത ചേച്ചി വന്ന് കമൻ്റ് ഇട്ടത് ഇങ്ങനെയാ. ഒരു പെണ്ണുങ്ങളുണ്ടല്ലേ, അതേടാ ഞാൻ മഞ്ജുൻ്റെ പെണ്ണാ എന്ന് പറഞ്ഞതിൻ്റെ മാതിരി, അതേടി ഞാൻ വിജയ് എന്ന തന്തക്ക് തന്നെയാ പിറന്നത് എന്ന് പറഞ്ഞിട്ട് ആണ് ഹരിത. ഞാൻ പറഞ്ഞല്ലോ, നീ ഒരു സ്പെഷ്യൽ തന്തക്കും തള്ളക്കും തന്നെയാണ് പിറന്നത്. അതുകൊണ്ടാണ് നിൻ്റെ നാവ് കൊണ്ട് അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്. ഞാൻ നല്ല അച്ഛനും അമ്മക്കും പറഞ്ഞതുകൊണ്ടാണ് നിൻ്റെ കമൻറ്റിൻ്റെ താഴെയും അതേപോലെ എനിക്കൊരുപാട് തെറിവിളികൾ വരാറുണ്ട്, അതിൻ്റെ താഴെയും തിരിച്ച് തെറി വിളിക്കാത്തത്. നിങ്ങളും ഞാനും തമ്മിലുള്ള മാറ്റം ഇപ്പം മനസ്സിലായോ? നിങ്ങളെ സംസ്കാരം എൻ്റെ വീഡിയോൻ്റെ താഴെ വന്ന് ചൊരിയുന്ന സമയത്ത് അതിൻ്റെ താഴെ വന്നിട്ട് ഞാനതിന് മറുപടിയും തരാറില്ല. ചിലപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട്. അത് എല്ലാവരും അറിയണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാറ്. അപ്പോഴും ഞാൻ അവരെ തിരിച്ച് തെറി വിളിക്കാറില്ല. അവർ പറയുന്ന കാര്യത്തിനൊരു മറുപടി കൊടുക്കാറേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തിരിച്ച് തെറി വിളിക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല. നല്ല കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട് പാടാൻ അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷെ ഞാനത് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളെ വളർത്തിയതും എന്നെ വളർത്തിയതും ഒരുപാട് മാറ്റമുണ്ട്. എൻ്റെ വാപ്പയും അമ്മയും എന്നെ അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാത്തത് കൊണ്ട് ഞാനത് പറഞ്ഞിരുന്നില്ല. നിങ്ങളുടെ അച്ഛനും അമ്മയും അച്ഛനും ഡാഡിയും മമ്മിയും കുറച്ച് മോഡേൺ ആയിക്കോട്ടെ, ഹരിതയുടെ ഡാഡിയും മമ്മിയും അങ്ങനെ പഠിപ്പിച്ചത് കൊണ്ടാണ്, അതുകൊണ്ട് മാത്രമാണ് ഹരിത നിനക്കങ്ങനെ പറയാൻ തോന്നുന്നത്. നീ പറഞ്ഞതാ ശരി, നീ സ്പെഷ്യൽ തന്തക്ക് തന്നെ ഉണ്ടായതാണ്. വിജയ് അച്ഛനാണ് എന്ന് പറയുന്നു, അമ്മ പറഞ്ഞു തന്ന അറിവായിരിക്കില്ലേ ഹരിത. ഈ അച്ഛൻ്റെ അമ്മൻ്റെയൊക്കെ കാര്യം പറഞ്ഞ സമയത്താണ് ഒരു കാര്യവും കൂടി എനിക്കിവിടെ പറയണം തോന്നി. ഇതേപോലെ തന്നെ എൻ്റെ വീഡിയോൻ്റെ താഴെ തെറി കമൻ്റ് ഇടുന്ന ഒരു പത്തനംതിട്ടക്കാരി ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ പേര് എൻ്റെ നാവ് കൊണ്ട് പറയുക വെച്ചാൽ ഇപ്പം പോയി ഞാൻ വാ കഴുകണം, അതിനെനിക്കാവാത്തതുകൊണ്ട്. ഈ ചേച്ചിനെക്കുറിച്ച് പറയുക വെച്ചാൽ ഒരുപാടുണ്ട് പറയാൻ. സമയം കുറവായതുകൊണ്ട് ചുരുക്കിയൊന്ന് പറഞ്ഞു തന്നേക്കാം. അതായത് ഞാനും നിങ്ങളും അടങ്ങുന്ന ആൾക്കാർ, ഞാനും നിങ്ങളും എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും നമ്മുടെ ആധാർ കാർഡ് വേണ്ട, ജനന സർട്ടിഫിക്കറ്റ് എടുക്കാം. അപ്പം അവിടെ നിങ്ങൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും അച്ഛൻ്റെയോ അമ്മയുടെയോ പേര് എഴുതാൻ പറയുമ്പോൾ സംശയിക്കേണ്ടി വരാറുണ്ടോ? പക്ഷേ എൻ്റെ വീഡിയോൻ്റെ താഴെ വന്നിട്ട് ഈ തെറി കമൻ്റ് ഇടുന്ന ഈ ചേച്ചിക്ക് സംശയിക്കേണ്ടി വരാറുണ്ട്. അതായത്
നമുക്കൊക്കെ ശരിക്കും നമ്മൾ ദൈവത്തിനോട് നന്ദി പറയണം കേട്ടോ. കാര്യം എന്താ വെച്ചാൽ അച്ഛൻ്റെ പേര് ചോദിച്ചാൽ പറയാൻ പറ്റും, അച്ഛൻ്റെ പേര് ചോദിച്ചാൽ അതും പറയാൻ പറ്റും, അതിൻ്റെ അച്ഛൻ്റെ പേര് ചോദിച്ചാൽ പറയാൻ പറ്റും. അങ്ങനെ ഒരു 4 തലമുറകളുടെ പേര്, അത് മാതാവിൻ്റേതായാലും പിതാവിൻ്റേതായാലും നമുക്ക് പറയാൻ പറ്റും. അപ്പം 4 പോയിട്ട് 5ാമത്തെ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഞാനൊക്കെ 90-ലാണ് ജനിച്ചത്, നിങ്ങൾ ഏത് വർഷമാണ് ജനിച്ചതെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും ഒരു 3 തലമുറയുടെ പേര് നമുക്കൊക്കെ എന്തായാലും തെറ്റാതെ പറയാൻ പറ്റുമല്ലോ. പക്ഷേ ഈ ചേച്ചിക്ക് അത് പറ്റൂല. ചേച്ചിക്ക് 3 തലമുറ പോയിട്ട് സ്വന്തം തലമുറ, സ്വന്തം അച്ഛനേതാ അമ്മ ഏതാ എന്ന് സംശയിക്കാതെ പറയാൻ പറ്റാത്ത ഒരു ചേച്ചി എൻ്റെ വീഡിയോൻ്റെ താഴെ വന്നിട്ട് തെറി വിളിക്കാറുണ്ട്. എൻ്റെ പൊന്നാര ചേച്ചിയെ, നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാമെന്നറിയോ? ഞങ്ങളൊക്കെ പറയും പോലെ 3 തലമുറയുടേത് വേണ്ട, 1 തലമുറയുടേത്. അതായത് അവനവൻ്റെ രക്തത്തിൽ പിറന്ന അച്ഛൻ്റെയും അമ്മയുടെയും പേര് പറയാൻ ഗട്ട്സോടുകൂടെ പറ്റുക എന്നുള്ളതാണ് ചേച്ചിയെ ഏറ്റവും വലിയ ഭാഗ്യം. അല്ലാതെ ദത്തെടുത്ത ഹൈക്കോടതി ആയാലും സുപ്രീം കോടതി ആയാലും ഇനി താഴെ കോടതി ആയാലും ഏത് കോടതി ത്രൂ നമ്മളെ ദത്തെടുത്തു എന്ന് പറഞ്ഞാൽ പോലും മാതാപിതാക്കളാവാ എന്ന് പറയുന്നത് അതൊരു ഭാഗ്യം തന്നെയാണ്. ഈ ചേച്ചിക്ക് അതില്ല. എന്ന് വെച്ചാൽ ചേച്ചിയുടെ അമ്മക്ക് ചേച്ചി വലുതാവുമ്പം കാണിച്ചു കൊടുക്കണ്ടല്ലോ, മോളെ അതാണ് നിൻ്റെ തന്ത എന്ന് പറഞ്ഞിട്ട്. അത് കാണിച്ചു കൊടുക്കാൻ ആ ചേച്ചിയുടെ അമ്മക്ക് പറ്റാത്തത് കൊണ്ട് ചേച്ചിയുടെ അമ്മ എന്താക്കി, ഒരു ഓർഫണേജിൻ്റെ മുമ്പിൽ ഉപേക്ഷിച്ചിട്ടങ്ങ് പോയി. നമ്മൾ കാണലില്ലേ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലൊക്കെ ഈ പട്ടി പ്രസവിച്ചിട്ട് ഓടിക്കളയുന്നത്. പക്ഷെ പട്ടിയോ അങ്ങനെ ഓടിക്കളയൂല കേട്ടോ. പട്ടിയാണെങ്കിലും പൂച്ചയാണെങ്കിലും ഒക്കെ അവരാണെങ്കിലും ഓടിക്കളയൂല. പിന്നെ എന്ത് പറ്റി ചേച്ചിയുടെ അച്ഛനും അമ്മയും മാത്രം ഇങ്ങനെ ചെയ്ത്? ഞാൻ ആരെയും കളിയാക്കിയതല്ല. നമ്മുടെയൊക്കെ വീഡിയോൻ്റെ താഴെ വരുമ്പം ഈ തെറി വിളിക്കുമ്പം നമ്മൾ പറഞ്ഞു പോവും, ഇവളൊക്കെ ഏത് തന്തക്ക് പറഞ്ഞതാടേ എന്ന് ഓട്ടോമാറ്റിക്കായിട്ട്. ഇനി നിങ്ങൾക്ക് സംശയമുണ്ടേ ഈ വീഡിയോൻ്റെ താഴെ തന്നെ നോക്കിയാൽ മതി. ഈ തെരുവിളി കേൾക്കുമ്പം നമ്മൾ ചോദിച്ചു പോകും, ഇവളൊക്കെ ഏത് തന്തക്കാടേ പറഞ്ഞത്? അങ്ങനെ പോലും നമുക്ക് ചോദിക്കാൻ പറ്റൂല കേട്ടോ ഈ ചേച്ചിനെ പറ്റി. അങ്ങനത്തെ ചിലരും ഉണ്ട് ഈ ലോകത്ത്. അതായത് ഹരിത വിജയ് എന്ന് പറയുന്നത് എൻ്റെ അച്ഛനാണ് എന്ന് എൻ്റെ അമ്മ പറഞ്ഞു തന്ന അറിവുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പുറത്തൊരുത്തി എൻ്റെ അച്ഛൻ ആരാണെന്ന് എനിക്ക് പോലും പറയാൻ പറ്റൂല എന്ന് പറയുന്ന ചിലരും. അപ്പോൾ നമ്മുടെ ലോകം അങ്ങനെയാണ് മക്കളെ. നമ്മൾ എന്തുകൊണ്ടും അഹങ്കരിച്ചിട്ട് കാര്യമല്ല. ഓരോരോ അറിവുകളാണല്ലോ.